കഴിഞ്ഞ 2 ലാബുകളും എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ലാബ് 4 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാബ് 4 എന്നാണ് കിടക്കുന്നത്. നമ്മളിവിടെ 3ാമത്തെ ക്വസ്റ്റ്യനായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ 3 എന്നെഴുതിയിട്ട് ലാബ് 4 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇവിടെയും നേരത്തെ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ ആദ്യം ഒരു അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ആണ്. അതിന് 2 മാർക്കാണ്. ഈ അപ്ലറ്റ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. Follow the directions given below and construct a GeoGebra applet. Plot the point O is equal to 0, 0. Capital letter O ആണിത്. O is equal to 0, 0. അപ്പോൾ O is equal to 0, 0 എന്ന് തന്നെ വേണം നമ്മളിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട്. സാധാരണ നമ്മൾ പോയിൻറ്റ്സ് ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് A, B, C എന്ന് പറഞ്ഞിട്ടാണ് പേരുകൾ വരാറ്. പക്ഷേ ഇവിടെ O എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്യണം. അതിന് GeoGebra വിൻഡോ എടുത്തു. GeoGebra വിൻഡോ എടുത്തു. ഇവിടെ താഴെ ഇൻപുട്ടിൻ്റെ അകത്ത് ക്യാപിറ്റൽ O is equal to 0, 0. എൻ്റർ കൊടുക്കുമ്പോൾ പോയിൻ്റ് കിട്ടി. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ യൂണിറ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ O സെൻറ്റർ ആക്കിക്കൊണ്ട് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ റേഡിയസ് 1 ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. അതിന് ഇവിടെ സർക്കിൾ ടൂളുണ്ട്, അതെടുക്കുക. സെൻറ്റർ ആൻഡ് റേഡിയസ് ഓപ്ഷൻ എടുക്കുക. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ബോക്സ് വരും. അവിടെ റേഡിയസ് യൂണിറ്റ് സർക്കിളാണ്, ഇപ്പോൾ റേഡിയസ് 1. ഓക്കെ, സർക്കിൾ കിട്ടി. ആ ടൂൾ അങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്തേക്കാം. പ്ലോട്ട് ദ പോയിൻറ്റ് A is equal to 1, 0. ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണം നമ്മൾ ഇൻപുട്ട് ചെയ്യാനായിട്ട്. ക്യാപിറ്റൽ A is equal to ബ്രാക്കറ്റിൽ 1, 0 എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടി. ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ ആണ് വിത്ത് മിനിമം 0, മാക്സിമം 2π, ഇൻക്രിമെൻറ്റ് 0.1, 0, 2π, 0.1. സെക്കൻഡ് ലാസ്റ്റ് ടൂള് സ്ലൈഡർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. നമ്പർ സ്ലൈഡറാണ്. മിനിമം 0, മാക്സിമം 2π ആണ് പറഞ്ഞിരിക്കുന്നത്. 2πക്ക് 2pi എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിയും ഐയും സ്മോൾ ലെറ്റർ. ഇൻക്രിമെൻറ്റ് 0.1 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, using the input command P is equal to rotate AA 0. ഇത് 0 ആണോ O ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. O ആണ് എന്നാണ് തോന്നുന്നത്, ക്യാപിറ്റൽ ലെറ്റർ O. ഇവിടെ P is equal to rotate AA 0. ക്യാപിറ്റൽ P ആണ്. ക്യാപിറ്റൽ P തന്നെ കൊടുക്കണം. റൊട്ടേറ്റിന് R ക്യാപിറ്റലാണ്. റൊട്ടേറ്റ് ക്യാപിറ്റൽ A സ്മോൾ a 0. ഇവിടെ താഴെ ക്യാപിറ്റൽ P is equal to റൊട്ടേറ്റ് ROTATE റൊട്ടേറ്റ് ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ A, സ്മോൾ ലെറ്റർ A, ക്യാപിറ്റൽ O. 0 അല്ലാതെ ക്യാപിറ്റൽ O തന്നെയാണ് കേട്ടോ. ഓക്കെ, കറക്റ്റാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തെറ്റിക്കരുത്. ഇത് 0 പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഇച്ചിരി വിസ്താരമുണ്ട്. അപ്പോൾ O ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് 0 പോലെയാണ് ഇരിക്കുന്നത്, കാരണം ഇവിടെ 0 ഉണ്ട്. പക്ഷേ ഇത് O ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ O ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂസിങ് ഇൻപുട്ട് കമാൻഡ് പ്ലോട്ട് ദ പോയിന്റ് P ഓൺ ദ സർക്കിൾ. അപ്പോൾ ഈ കമാൻഡ് യൂസ് ചെയ്ത് P പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് P എന്ന് പറയുന്ന പോയിന്റ് വന്നു. ജോയിൻ O ആൻഡ് P യൂസിങ് ലൈൻ സെഗ്മെൻറ്റ്. കണ്ടോ, ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ് വന്നു. Oയും Pയും ജോയിൻ ചെയ്യണം. ഇവിടെ സെഗ്മെൻറ്റ് ടൂൾ എടുക്കുക. Oയിൽ ക്ലിക്ക് ചെയ്യുക, Pയിൽ ക്ലിക്ക് ചെയ്യുക, മൂവ്.
അടുത്തത് ക്രിയേറ്റ് എൻ ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ എ. സ്ലൈഡർ എയ്ക്ക് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ എടുക്കുക, ഇൻപുട്ട് ബോക്സ് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡർ എയ്ക്കാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്യാപ്ഷൻ എ, ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എ. സ്ലൈഡർ എ ആണ് നമുക്ക് ഇൻപുട്ട് ബോക്സ് വേണ്ടത്. അപ്പം എ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. മറ്റ് പല ഓപ്ഷൻസും നമ്മൾക്ക് ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ എ ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ സൈഡിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വരും, പക്ഷേ എ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും ആയപ്പോൾ നമ്മുടെ അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതും അപ്ലെറ്റ് ക്രിയേറ്റഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻസർ ഓൺലി വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം, നിങ്ങൾക്ക് ടിക്കുള്ളത് ഏതാണോ അത് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഫോളോയിങ് വാല്യൂ യൂസിങ് ദിസ് അപ്ലെറ്റ്. ഈ അപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. സൈൻ 5.2ൻ്റെ വാല്യൂ ഈ അപ്ലെറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് നമുക്ക് താഴെ സൈൻ 5.2 എന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും, പക്ഷേ അത് തെറ്റാണ്. നമ്മളോട് അപ്ലെറ്റ് യൂസ് ചെയ്യാനെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈൻ 5.2ൻ്റെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലൊരു യൂണിറ്റ് സർക്കിൾ ഉണ്ടെങ്കിൽ പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കോസ് വാല്യൂ സൈൻ വാല്യൂ തരുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ തെളിഞ്ഞ് വന്നിട്ടില്ല. അത് കിട്ടാനായിട്ട് പിയിൽ കഴ്സർ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, ഇവിടെ നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ ഡിസ്പ്ലേ ആകും. ഇനി നമുക്കറിയാം ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് കോസ് വാല്യൂ, വൈ കോർഡിനേറ്റ് ആണ് സൈൻ വാല്യൂ. ആംഗിൾ 1 ആകുമ്പോൾ കോസ് 1 ആണ് 0.54, സൈൻ 1 ആണ് 0.84. അപ്പോൾ ഇത് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ് വാല്യൂ സൈൻ വാല്യൂ നമുക്കിവിടുന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈൻ 5.2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ്. സൈൻ 5.2ൻ്റെ വാല്യൂ കിട്ടാനായിട്ട് ഇവിടെ 5.2 എന്ന് കൊടുത്താൽ മതി. 5.2 എന്ന് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക, എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ വരുള്ളൂ. സൈൻ 5.2 എന്ന് എൻ്റർ ചെയ്യുമ്പോൾ പിയുടെ രണ്ടാമത്തെ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ആണ് സൈൻ 5.2. ഇത് കോസ് 5.2 ആണ്, ഇത് സൈൻ 5.2. അപ്പോൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഇപ്പം 2024 സൈൻ 5.2 ആണ് ചോദിച്ചിരുന്നതെങ്കിൽ 2023 കോസ് 5.2 ആയിരുന്നിരിക്കാം ചോദിച്ചിരുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളൂ സാധാരണയായിട്ട്. അപ്പോൾ കോസ് 5.2 ആണെങ്കിൽ 0.47 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ സൈൻ 5.2ൻ്റെ ആൻസർ -0.88. അപ്പോൾ അതിൻ്റെ മെത്തേഡും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡൂടെ ആൻസറിൽ നമ്മൾ എഴുതണം. ടേക്ക് എ ഈസ് ഈക്വൽ ടു 5.2, then y coordinate of p is the answer. A is equal to 5.2 കൊടുക്കുമ്പോൾ പിയുടെ y coordinate ആണ് ആൻസർ. സൈൻ 5.2 is equal to -0.88 എന്ന് നമുക്ക് കിട്ടിയതാണ്. അടുത്തത് സൈൻ 4.5ൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അതിന് ഇൻപുട്ട് ബോക്സിൽ 4.5 എന്ന് കൊടുക്കുക. 4.5 എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ -0.98 ആണ് സൈൻ 4.5ൻ്റെ വാല്യൂ. -0.98. Take a is equal to 4.5, then y coordinate of p is the answer. Sin 4.5 is equal to -0.98. അതുപോലെ തന്നെ സ്ലൈഡർ ബോക്സിൽ 6.2 കൊടുക്കുമ്പം സൈൻ 6.2ൻ്റെ ആൻസർ -0.08 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. മിനിമം വാല്യൂ ഓഫ് ദ സ്ലൈഡർ ഈസ് 0. നമ്മൾ മിനിമം വാല്യൂ 0 ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. ആൻസർ ദ ക്വസ്റ്റ്യൻ വിത്തൗട്ട് എഡിറ്റിംഗ് ദ സ്ലൈഡർ. സ്ലൈഡറിൻ്റെ ആൻസർ വാല്യൂ എഡിറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ സ്ലൈഡറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0യ്ക്കും 2π ഇടയ്ക്കാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ
മിനിമം 0യും മാക്സിമം 6.28 2 പൈ എന്ന് പറയുന്നത് 6.28 ആണ്. അപ്പം മിനിമം 0 വരെ ഉള്ളൂ. അപ്പോൾ 0യുടെ ആംഗിൾ 1.7 ആകുമ്പോൾ നമുക്ക് സൈൻ വാല്യൂ കോസ് വാല്യൂ കിട്ടും. 1.6 ആകുമ്പം കോസ് വാല്യൂ സൈൻ വാല്യൂ കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചോദ്യത്തിലുള്ളത് -4.3 ആണ്. അപ്പോൾ ഈ സ്ലൈഡറിൽ -4.3 ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാമായിരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലൈഡർ നമ്മൾ എഡിറ്റ് ചെയ്യാതെ ഇതിൻ്റെ ആൻസർ കണ്ട് പിടിക്കണം. നമുക്കറിയാം സൈൻ -x എന്ന് പറയുന്നത് -sin x ആണ്. അപ്പോൾ സൈൻ -4.3 എന്ന് പറയുന്നത് -sin 4.3 ആണ്. അപ്പോൾ സൈൻ 4.3യുടെ ആൻസർ കണ്ടുപിടിച്ചിട്ട് അതിന് കൂടെ ഒരു മൈനസ് ഇട്ടാൽ മതിയാകുമല്ലോ. അപ്പോൾ സൈൻ 4.3യുടെ ആൻസർ ആദ്യം കണ്ടുപിടിക്കണം. 4.3 ഇൻപുട്ട് ബോക്സിൽ ഇട്ട് കൊടുത്ത് സൈൻ 4.3യുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതിന് പുറത്തേക്ക് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ജിയോജിബ്ര എടുത്തു, 4.3 കൊടുത്തു, 4.3 കൊടുക്കുമ്പോൾ നമുക്ക് സൈൻ വാല്യൂ -0.92 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ കൊടുക്കുക. അപ്പോൾ 0.92 ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. അതായത് സൈൻ -4.3യുടെ ആൻസർ ഈസ് 0.92. ടേക്ക് a is equal to 4.3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ -4.3യുടെ വാല്യൂ ആണ്. പക്ഷെ നമ്മൾ a is equal to 4.3 എടുത്തു. ദെൻ y കോർഡിനേറ്റ് ഓഫ് p ഈസ് സൈൻ 4.3. അങ്ങനെ വരുമ്പോൾ പിയുടെ y കോർഡിനേറ്റ് സൈൻ 4.3 ആണ്. സൈൻ 4.3 ഈസ് ഈക്വൽ ടു -0.92 എന്ന് നമുക്ക് കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ഇത് നമുക്ക് ട്രിഗ്നോമെട്രിയിൽ ഉണ്ടാവേണ്ട ഒരു പ്രീവിയസ് നോളജാണ്. അതായത് സൈൻ -4.3 എന്ന് പറയുന്നത് -sin 4.3 ആണ്. അപ്പോൾ സൈൻ 4.3യുടെ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് -0.92 ആണ്. ആ -0.92 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മൈനസോടെ വരുമ്പോൾ അത് 0.92 ആയിക്കോളും. അപ്പോൾ സൈൻ -4.3 കിട്ടാൻ സൈൻ 4.3 കണ്ടുപിടിക്കുക. അതിൻ്റെ ആൻസറിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ട ആൻസർ നമുക്ക് കിട്ടിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ -1.4. സൈൻ -1.4 കിട്ടാനായിട്ട് സൈൻ 1.4 കണ്ടുപിടിക്കുക. ആൻസറിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 1.4 കൊടുക്കുമ്പോൾ സൈൻ 1.4 കിട്ടും, 0.99. അതിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ കൊടുക്കുമ്പം -0.99 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. Take a is equal to 1.4, then y coordinate of p is sin 1.4. Sin 1.4 is equal to 0.99. Sin -1.4 എന്ന് പറയുന്നത് -sin 1.4 ആണ്. അപ്പം sin 1.4 0.99 ആണ്. അതിൻ്റെ കൂടെ മൈനസോടെ വരുമ്പോൾ -0.99 എന്ന് കിട്ടും. അതുപോലെ തന്നെ sin -3.8 കിട്ടാനായിട്ട് sin 3.8 കണ്ടുപിടിച്ചാൽ മതി. sin 3.8 കണ്ടുപിടിക്കുക. അതിന് ഇൻപുട്ട് ബോക്സിൽ 3.8 കൊടുത്തിട്ട് പിയുടെ y കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് 0.61 എന്ന് കിട്ടും. ആ 0.61 കൂടെ ഈ മൈനസോടെ വരുമ്പോൾ അത് 0.61 ആയിക്കോളും. -0.61 എന്ന് കിട്ടും. അതിലൂടെ ഈ മൈനസോടെ ആകുമ്പോൾ അത് +0.61 ആകും. ആ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. നാലാമത്തെ ചോദ്യം, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ഓൺലി വൺ ഓഫ് ദ ഫോളോയിങ് ഹാവിങ് ടിക്ക് മാർക്ക്. ഇവിടെ ഒരെണ്ണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടിക്കുള്ളത് ഏതാണോ അത് ചെയ്താൽ മതി. പക്ഷെ നമ്മളിവിടെ ഈ മൂന്നും ചെയ്ത് നോക്കുന്നുണ്ട്. സീക്ക് 2.5ൻ്റെ വാല്യൂ, ടാൻ 4.6ൻ്റെ വാല്യൂ, കുസീക്ക് 5.8ൻ്റെ വാല്യൂ. ഈ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഈ കമാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1/y ഓഫ് p എന്ന് പറയുന്നത് 1/y കോർഡിനേറ്റ് ഓഫ് p. ഈ y കോർഡിനേറ്റ് ഓഫ് p എന്ന് പറയുന്നത് സൈൻ ആണ്. അപ്പോൾ 1/y കോർഡിനേറ്റ് ഓഫ് p എന്ന് പറയുന്നത് കൊസീക്ക് ആയിരിക്കും.
1/x കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് കോസ് ആണ്. അപ്പോൾ 1/x കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് സീക്കായിരിക്കും. എക്സ് കോർഡിനേറ്റ് ഓഫ് പി ബൈ വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ ഇത് കോട്ട് ആയിരിക്കും. വൈ ബൈ എക്സ് എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് സൈൻ ആണ്, എക്സ് കോസ് ആണ്. അപ്പോൾ ഇത് ടാൻ ആയിരിക്കും. അപ്പം സീക്ക് കണ്ടുപിടിക്കാൻ, സീക്ക് 1 കോസ് ആണ്. അപ്പോൾ 1/x. സീക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട കമാൻഡാണിത്. ടാൻ കണ്ടുപിടിക്കാൻ സൈൻ ബൈ കോസ് നമ്മൾ യൂസ് ചെയ്യേണ്ട കമാൻഡാണിത്. കൊസീക്ക് കണ്ടുപിടിക്കാൻ 1/sin യൂസ് ചെയ്യേണ്ട കമാൻഡാണ് ഇത്. ഈ 3 കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ റെസ്പെക്റ്റീവ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സീക്ക് 2.5 കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് സീക്ക് 1 കോസ് ആണ്, 1/x ഓഫ് പി ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്. സീക്ക് 2.5 കിട്ടാൻ 1/x കോർഡിനേറ്റ് ഓഫ് പി എന്നുള്ള കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ വാല്യൂ 2.5. അപ്പോൾ നമ്മൾ വാല്യൂ ബോക്സിൽ 2.5 എന്നിട്ട് കൊടുക്കുക. താഴെ ഇൻപുട്ടിൽ 1/x ഓഫ് പി എന്നിട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2.5 എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്തു. താഴെ ഇൻപുട്ടിൽ 1/x ഓഫ് പി കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ പി കൊടുക്കണം. എക്സ് സ്മോൾ ലെറ്ററും പി ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എൻ്റർ കൊടുക്കുമ്പം നമുക്ക് ബി ഈസ് ഈക്വൽ ടു -1.25 എന്ന് പറയുന്നൊരു ആൻസർ കിട്ടും. ഇതാണ് സീക്ക് 2.5ൻ്റെ ആൻസർ. 2.5 കൊടുക്കുമ്പോൾ നമുക്ക് കോസ് കിട്ടും. കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. അതാണ് നമ്മളിവിടെ ഇൻപുട്ട് 1/x ഓഫ് പി എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്ക് സീക്ക് 2.5 കിട്ടാനായിട്ട് എന്താണ് ചെയ്തത്? ഈ വാല്യൂ ബോക്സിൽ 2.5 കൊടുക്കുക, താഴെ കമാൻഡ് കൊടുക്കുക, 1/x ഓഫ് പി കൊടുക്കുക. അപ്പോൾ നമുക്ക് സീക്ക് 2.5ൻ്റെ ആൻസർ കിട്ടും. അടുത്തത് ടാൻ 4.6 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? വാല്യൂ ബോക്സിൽ 4.6 കൊടുക്കുക, താഴെ കമാൻഡിൽ y ഓഫ് പി ബൈ എക്സ് ഓഫ് പി എന്ന് കൊടുക്കുക. ഇവിടെ 4.6 എന്ന് കൊടുക്കുക, എൻ്റർ. താഴെ ഇൻപുട്ടിൽ y ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ പി ബൈ എന്നുള്ളതിൽ \x ബ്രാക്കറ്റിൽ പി. കമാൻഡ്സ് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തിരിഞ്ഞു പോകും. അതുപോലെ വൈയും എക്സും ഒക്കെ സ്മോൾ ലെറ്റർ ആയിരിക്കണം, പി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്ന ആളാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ബി ആണ്. വാല്യൂ മാറ്റുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആൾക്കാർക്കും ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കൊടുത്ത കമാൻഡ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് d = 8.86. അപ്പോൾ അതിൻ്റെ വാല്യൂ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ d = 8.86 ആണ്. അതായത് tan 4.6 = 8.86. ഇത് രണ്ടിൻ്റെയും ആൻസേഴ്സ് ഒന്ന് നോക്കാം. കണ്ടോ? സീക്ക് 2.5 എന്ന് പറയുന്നത് 1/cos 2.5 ആണ്, = 1/x ഓഫ് പി ആണ്. മെത്തേഡ് ഇൻപുട്ട് 1/x ഓഫ് പി. വി ഗെറ്റ് സീക്ക് 2.5 = -1.25. -1.25 ആയിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന ആൻസർ. ഇനി tan 4.6 കിട്ടാൻ tan 4.6 = sin 4.6 by cos 4.6 = കമാൻഡ് y ഓഫ് പി ബൈ എക്സ് ഓഫ് പി. ഇൻപുട്ട് ചെയ്യേണ്ട കമാൻഡ് ഇത്. അപ്പോൾ നമുക്ക് tan 4.6 = 8.86 എന്ന് കിട്ടും. അതാണ് നമുക്ക് കിട്ടിയത്, 8.86. അടുത്ത ക്വസ്റ്റ്യൻ കൊസീക്ക് 5.8 കണ്ടുപിടിക്കാനായിരുന്നു. കൊസീക്ക് 5.8 കിട്ടാനായിട്ട് ഇൻപുട്ട് ബോക്സിൽ 5.8 കൊടുക്കുക, താഴെ ഇൻപുട്ടിൽ 1/y ഓഫ് പി കൊടുക്കുക. ഇൻപുട്ട് ബോക്സിൽ 5.8 കൊടുക്കുക, താഴെ ഇൻപുട്ടിൽ 1/ കൊസീക്ക് 1/sin ആണ്. 1/sin എന്ന് പറയുമ്പോൾ y ഓഫ് പി കൊടുക്കുമ്പം -2.15 എന്ന് ആൻസർ കിട്ടും. ആൻസർ = -2.15. ഇത്രയും ഉള്ളൂ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്.
വളരെ എളുപ്പമുള്ളൊരു ലാബാണ്. എല്ലാ ലാബ്സും വളരെ എളുപ്പമാണ്. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും വളരെ എളുപ്പമുള്ളൊരു ലാബ് ആണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇയറിലെ 4ാമത്തെ ലാബാണ് സർക്കിൾ ആൻഡ് പരാബോള. ക്വസ്റ്റ്യൻ 4 ആണ്. ഇപ്പോൾ 4ാമത്തെ ലാബാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ 4 ലാബ് 10 ഈസ് ഈക്വൽ ടു സർക്കിൾ ആൻഡ് പരാബോള. ഇങ്ങനെ വേണം നമ്മൾ ഹെഡിങ് കൊടുക്കാനായിട്ട്. എന്നിട്ട് 1 by 1 ആയിട്ട് ചെയ്തു തുടങ്ങാം. ഡ്രോ ദ സർക്കിൾ ബൈ ഗിവിംഗ് ദ ഇക്വേഷൻ ഇൻ ദ ഇൻപുട്ട് ബാർ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സെൻറ്റർ ആൻഡ് റേഡിയസ്. ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ സർക്കിൾസിൻ്റെ ഇക്വേഷനാണ്. അത് ഇൻപുട്ട് ബാറിൽ കൊടുത്ത് അതിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കുക. അപ്പം ഏത് ക്വസ്റ്റ്യൻ ആണോ ഉള്ളത് അത് ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കണം. x² + y² + 2x - 4y - 4 is equal to 0. ഇപ്പം ജിയോജിബ്രയിൽ നമ്മൾ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സേവ് കൊടുത്തതങ്ങ് സേവ് ചെയ്തേക്കാം. ഓക്കെ, XYZ ലാബ് GGB ഫോൾഡർ ഇവിടെ കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്യുക, സേവ് ചെയ്തേക്കുക. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നതുകൊണ്ടാണ്. ഫയൽ എടുത്ത് ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. അടുത്തത് ന്യൂ വിൻഡോ എടുക്കുക. നമ്മുടെ സർക്കിള് കിട്ടാനായിട്ട് താഴെ ഇൻപുട്ട് കമാൻഡിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. x² + y² + 2x - 4y - 4. x² + y² + 2x - 4y - 4 is equal to 0. ഇതായിരുന്നു നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ. സർക്കിൾ വന്നു, എൻ്റർ കൊടുക്കുമ്പോൾ ഇക്വേഷനും വരും. ഇക്വേഷൻ നമുക്ക് വരുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് വന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്തത് സ്റ്റാൻഡേർഡ് ഫോമിലല്ലായിരുന്നു. ഇനി ഇത് നോക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഇതിൻ്റെ സെൻറ്റർ ഇവിടെ പ്ലസ് ആണെങ്കിൽ -1 ആയിരിക്കും. ഇവിടെ മൈനസ് ആണെങ്കിൽ +2 ആയിരിക്കും. സൈൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെൻറ്റർ വരുന്നത്. അപ്പോൾ സെൻറ്റർ -1,2 ആണ്. റേഡിയസ് ഈക്വൽ ടു കഴിഞ്ഞ് കിടക്കുന്നത് എന്താണോ അതിൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ √3 ആണ് സർക്കിളിൻ്റെ റേഡിയസ്. സെൻറ്റർ -1,2 ഓർഡർഡ് പെയർ റേഡിയസ് 3. ഇനി ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ താഴെ സെൻറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. ഇതിനകത്ത് കോണിക്ക് സെലക്ട് ചെയ്യുക. ആ കോണിക്ക് എന്നുള്ളവിടെ നമ്മുടെ കോണിക്കിൻ്റെ പേരെന്താണോ, ഇപ്പോൾ ഇവിടെ ഇക്വേഷൻ 1 എന്നാണ് എൻ്റെ പേര്. അപ്പം ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ആൽഫബറ്റ്സ് മാറരുത്. സ്മോൾ കേസ് ആണെങ്കിൽ സ്മോൾ കേസ് തന്നെ കൊടുക്കണം. എൻ്റർ കൊടുക്കുമ്പോൾ കണ്ടോ -1,2 സെൻറ്റർ വന്നു. ഇനി റേഡിയസ് കിട്ടാനായിട്ട് RADI റേഡിയസ് എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴേ ഇങ്ങനെ വരും. കോണിക്കിൻ്റെ പേര് EQ1, റേഡിയസ് 3 വന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ മറ്റ് 2 സർക്കിൾസിൻ്റെയും സെൻറ്ററും റേഡിയസും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. x² + y². മറ്റ് 2 സർക്കിൾസ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇത് ഹൈഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ സർക്കിൾ x² + y² - 4x +
6y plus 9 is equal to 0 എൻ്റെ കൊടുത്തു. അടുത്ത സർക്കിൾ കിട്ടി. ഇതിൻ്റെ സെൻറ്റർ 2,-3 ആണ്. റേഡിയസ് 4√2 ആണ് നമുക്കറിയാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സെൻറ്റർ എന്ന് കൊടുക്കുക. സെൻറ്റർ കോണിക്കിൻ്റെ പേര് ഇക്വേഷൻ 2 എന്നാണ്. ഇക്വേഷൻ 2 എൻ്റർ കൊടുക്കുമ്പം സെൻറ്റർ കിട്ടി. റേഡിയസ് ഇക്വേഷൻ 2 എന്നാണ്. റേഡിയസ് 2 കിട്ടി. ഈ രീതിയിൽ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാവുന്നതാണ്. മൂന്നാമത്തത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് എ ആൻഡ് ബി ആൻഡ് സെൻറ്റർ ലൈസ് ഓൺ ദ ഗിവൻ ലൈൻ. റൈറ്റ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ രണ്ട് പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളാണ്. ആ സർക്കിളിൻ്റെ സെൻറ്റർ ഈ ലൈനിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. അതിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കുക. ഇവിടെ രണ്ട് പോയിൻറ്റ്സും ഒരു ലൈനും തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റ്സും ഈ ലൈനും 1 by 1 ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ഹൈഡ് ചെയ്തിട്ട് ഈ പേജിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് പേജ് എടുത്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എയും ബിയും ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടെ ഓൾറെഡി എയും ബിയും പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് എയും ബിയും കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ പുതിയ പേജ് എടുത്ത് ചെയ്യും. ഇതൊക്കെ പ്യുവർ ലോജിക്കാണ്. ആ ലോജിക്ക് അനുസരിച്ച് ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ ഫ്രഷ് പേജ് എടുത്തു, Ctrl+M കൊടുത്ത് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കി. ഇനി ഇവിടെ 3 കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ 2,-2. Capital B is equal to 3,4. Line x plus y minus 2 is equal to 0. x plus y minus 2 is equal to 0. അല്ലെങ്കിൽ അത് x plus y is equal to 2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം എയും ബിയും സർക്കിളിൽ കിടക്കുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പം എ ബി ജോയിൻ ചെയ്താൽ നമുക്കൊരു കോഡ് കിട്ടും. അപ്പോൾ ഇവിടെ സെഗ്മെൻറ്റ് എടുക്കുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക, എയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം എ ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ കോഡാണ്. ടൂൾ ഡീആക്ടിവേറ്റ് ചെയ്യുക. നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഒരു സർക്കിളിൻ്റെ കോഡ് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നത്. അപ്പം എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. 4ാമത്തെ ടൂളിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിടപ്പുണ്ട്. ബിയിൽ ക്ലിക്ക് ചെയ്യുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെലക്ട് ചെയ്യുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക, എയിൽ ക്ലിക്ക് ചെയ്യുക. എ ബി പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് നമ്മളൊരു കോഡ് വരച്ചു, ലൈൻ വരച്ചു. അത് കോഡാണ്. കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നത്. അപ്പോൾ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഈ ലൈനാണ്. ആ ലൈനിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നത്. കൂടാതെ നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചായിരുന്നു. ആ ലൈനിലാണ് സെൻറ്റർ കിടക്കുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് രണ്ടുകൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് ആയിരിക്കണം നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. ഈ പോയിൻ്റ് കിട്ടാനായിട്ട് നമുക്കിവിടെ ഒന്നെങ്കിൽ പോയിൻ്റ് ടൂൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പ്രിസൈസായിട്ട് കിട്ടണം എന്ന് നിർബന്ധമില്ല. അതിന് നമ്മൾ ഈ ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കും. പോയിൻ്റ് എടുക്കുക, ഇൻ്റർസെക്റ്റ് എടുക്കുക. ഈ രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷനാണ് വേണ്ടത്. ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക, ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. ഇനി നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ സെൻറ്ററും സർക്കിളിൽ കിടക്കുന്ന പോയിൻറ്റും ഉണ്ടെങ്കിൽ ഇവിടെ സർക്കിൾ ടൂൾ വെച്ച് സർക്കിൾ വരയ്ക്കാൻ പറ്റും. സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻറ്റ്.
സെലക്ട് ചെയ്യുക, സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എ അല്ലെങ്കിൽ ബിയിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓർഡർ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം മറ്റേ പോയിന്റിൽ ക്ലിക്ക് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ റിക്വയർഡ് സർക്കിൾ. നമ്മുടെ സർക്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് നോക്കി എഴുതാനുള്ളതേ ഉള്ളൂ. സെൻറ്റർ 0.7, 1.3, റേഡിയസ് √12.58. ഇനിയും നിങ്ങൾക്ക് സെൻറ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ സെൻറ്റർ കോണിക്കിൻ്റെ പേരിവിടെ സ്മോൾ ലെറ്റർ സി ആണ്, ക്യാപിറ്റൽ ലെറ്റർ സി അല്ല, സ്മോൾ ലെറ്റർ സി ആണ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. റേഡിയസ് കോണിക്ക് സി ആണ്, റേഡിയസ് 3.55. ഒന്നെങ്കിൽ √12.58 എന്ന് എഴുതുക, അല്ലെങ്കിൽ റേഡിയസ് =3.55 എന്ന് എഴുതുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സർക്കിൾ കൺസ്ട്രക്റ്റഡ്, സെൻറ്റർ 0.7, 1.3, റേഡിയസ് √12.58. ഈ രീതിയിൽ മറ്റേ ക്വസ്റ്റ്യൻസും ചെയ്യാവുന്നതാണ്. നമുക്കതോടൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തും വീണ്ടും എയും ബിയും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രഷ് പേജ് എടുത്താണ് ചെയ്യാൻ പോകുന്നത്. ഫയൽ, ന്യൂ വിൻഡോ, Ctrl+M, താഴെ ഇൻപുട്ടിൻ്റെ അകത്ത് ക്യാപിറ്റൽ A = ബ്രാക്കറ്റിൽ 4,1 ഫസ്റ്റ് പോയിൻ്റ്, ക്യാപിറ്റൽ B = രണ്ടാമത്തെ പോയിൻ്റ് 6,5. റിക്വയർഡ് ലൈൻ 4x + y = 16. 4x + y = 16. ഇങ്ങനെയാണ് വരുന്നത്. എ ഹൈഡായി പോയി. ഓക്കെ, ഇത് ചെയ്തപ്പോൾ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. Ctrl+M, ക്യാപിറ്റൽ A = ബ്രാക്കറ്റിൽ 4,1 എൻ്റർ. ക്യാപിറ്റൽ B = 6,5 എൻ്റർ. ലൈൻ 4x + y = 16. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ സർക്കിളിൽ കിടക്കുന്ന 2 പോയിൻറ്റ്സ് ആണിത്. അപ്പോൾ അത് ജോയിൻ ചെയ്താൽ നമുക്കൊരു കോഡ് കിട്ടും. അപ്പോൾ ഇവിടെ സെഗ്മെൻറ്റ് ടൂൾ എടുക്കുക, Pയിൽ ക്ലിക്ക് ചെയ്യുക, Aയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു കോഡ് കിട്ടി. ഇനിയും ഈ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നത്. അപ്പോൾ ഈ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ട്. Bയിൽ ക്ലിക്ക് ചെയ്യുക, Aയിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയും കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് സെൻറ്റർ കിടക്കുന്നത്. നമ്മൾ വരച്ച ലൈനിലാണ് സെൻറ്റർ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് ആയിരിക്കും സെൻറ്റർ. ആ 2 ലൈൻസിനെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കണം. പോയിൻ്റ് ടൂളിൽ ഇൻ്റർസെക്റ്റ് എടുക്കുക, ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക, ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പോയിൻ്റ് കിട്ടി. ഇനിയും ഇവിടെ സർക്കിൾ ടൂൾ എടുക്കുക, സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റ്, സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക, ഒന്നെങ്കിൽ A അല്ലെങ്കിൽ Bയിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, സർക്കിൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ ഇൻപുട്ട് ചെയ്ത ലൈനിലാണ് കിടക്കുന്നത്. എയിലും ബിയിലൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്ന സർക്കിളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് സർക്കിൾ. ഇനി സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും ഇവിടെ നോക്കി എഴുതാം. 3,4 √10 അതിൻ്റെ സെൻറ്ററും റേഡിയസും.
ഈ രീതിയിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന് ചെയ്യാവുന്നതാണ്. അതോടെ ചെയ്ത് നോക്കാം. Capital A is equal to 2,3. Capital B is equal to -1,1. Line x minus 3y is equal to 11. ഇതും ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് കോഡ് വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക, എയിൽ ക്ലിക്ക് ചെയ്യുക. രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷനാണ് സെൻറ്റർ. ഇൻ്റർസെക്റ്റ് ഫസ്റ്റ് ലൈനിൽ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് സെൻറ്റർ. ഇനിയും സർക്കിൾ ടൂൾ എടുക്കുക, സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻറ്റ്. സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക, സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക, പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സർക്കിൾ കിട്ടി. സർക്കിളിൻ്റെ സെൻറ്റർ ഈസ് 3.5, -2.5 ആൻഡ് റേഡിയസ് √32.5. ഇതാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. 3.5, -2.5, റേഡിയസ് √3.5. നിങ്ങൾ സർക്കിൾ നോക്കി തന്നെ അതിൻ്റെ സെൻറ്റർ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് നോക്കിയാണ് എഴുതുന്നതെങ്കിൽ ഇക്കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മൈനസ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആയിരിക്കും. ഇല്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമാൻഡ് യൂസ് ചെയ്ത് സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കുക. തൽക്കാലം ഈ പേജൊക്കെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ലാബ് 4ൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനിയും ഇതിൻ്റെ ബാക്കിയുണ്ട്. അത് പരാബോള വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടെ നമുക്ക് നോക്കാം. യൂസിങ് ദ ഗിവൺ ഇൻപുട്ട് കമാൻഡ് ഡ്രോ ദ കറസ്പോണ്ടിങ് പരാബോള. ഇവിടെ കമാൻഡ് തന്നിട്ടുണ്ട്. ഈ പരാബോള അങ്ങ് വരച്ചാൽ മാത്രം മതി. പരാബോള ബ്രാക്കറ്റിൽ 4,0 x is equal to -4. 4,0 എന്ന് പറയുമ്പം പരാബോള എക്സ് ആക്സിസിൽ എക്സിൽ വാല്യൂ ഉണ്ട്, വൈയിൽ വാല്യൂ ഇല്ല. എക്സ് വാല്യൂ ഉണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ ആണ് പരാബോള കിടക്കുന്നത്. എക്സ് ആക്സിസിൽ പരാബോള കിടക്കുക, പരാബോളയുടെ ഫോക്കസ് കിടക്കുന്നത്. എക്സ് ആക്സിസിൽ പരാബോളയുടെ ഫോക്കസ് കിടക്കുക എന്ന് പറയുമ്പോൾ 4,0 എന്ന് പറയുമ്പം ഈ സൈഡിൽ, സീറോയുടെ ഇപ്പുറത്തെ സൈഡിലാണ്. നമ്മുടെ പരാബോള സി ഷേപ്ഡ് ആണ്. എക്സ് is equal to -4 ആണ് അതിൻ്റെ ഡയറക്ട്രിക്സ്. നമുക്ക് നോക്കാം പരാബോള എങ്ങനെയാണ് വരുന്നത് എന്ന്. ഫ്രഷ് പേജ് എടുക്കുക, താഴെ പരാബോള എന്ന് ടൈപ്പ് ചെയ്യുക, ക്യാപിറ്റൽ P പരാബോള. ഇവിടെ കമാൻഡ് വന്നു. ആ പോയിൻ്റ് എന്നുള്ളിടത്ത് അത് ഇറേസ് ചെയ്തിട്ട് അവിടെ ഓർഡേർഡ് പെയർ 4,0 എന്ന് കൊടുക്കുക. നിങ്ങൾ കൺട്രോളിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് 4 ആരോസ് കിടപ്പുണ്ട് കീബോർഡിൽ. അതിൻ്റെ അകത്ത് റൈറ്റിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് ബ്ലൂ കളറിൽ ലൈൻ എന്നുള്ളത് സെലക്ട് ആവും. അപ്പോൾ അതങ്ങ് ബാക്ക് അടിച്ചിട്ട് x is equal to -4 എന്ന് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് എളുപ്പം അത് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ y² is equal to -16x ആണ് കിട്ടിയത്. നമ്മൾ പറഞ്ഞായിരുന്നു സി ഷേപ്ഡ് പരാബോള ഇങ്ങോട്ടേക്ക് കിടക്കുന്നതാണ് എന്നുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് പരാബോളയുടെ ഷേപ്പ് ഓൾറെഡി കിട്ടിക്കോളും. ഇനിയും ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഫോക്കസും ഡയറക്ട്രിക്സും എന്താണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് എന്ന് കൊടുത്താൽ മതി, അത് നമ്മളോട് ചോദിച്ചിട്ടില്ല. ഫോക്കസ് കോണിക്കിൻ്റെ പേര് ഇവിടെ സ്മോൾ ലെറ്റർ C എന്നാണ്. കോണിക്കിൻ്റെ പേര്. എൻ്റർ കൊടുക്കുമ്പോൾ 4,0 വന്നു. ഡയറക്ട്രിക്സ് നോക്കാനായിട്ട് ഡയറക്ട്രിക്സ് എന്ന് കൊടുത്താൽ മതി. ഡയറക്ട്രിക്സ് കോണിക്കിൻ്റെ പേര് C കൊടുക്കുമ്പോൾ ഡയറക്ട്രിക്സ് കിട്ടി. 4,0 ഡയറക്ട്രിക്സ്.
ഇതുപോലെ തന്നെ ഇൻപുട്ടിൽ ഇത് നേരെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരാബോള കിട്ടിക്കോളും. പിന്നെ സെപ്പറേറ്റായിട്ട് ഫോക്കസും ഇതും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമാൻഡ് കൊടുത്ത് ഫോക്കസ് കമാൻഡ് കൊടുത്ത് പരാബോളയുടെ പേര് കൊടുത്ത് ഫോക്കസും പരാബോള നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഇൻപുട്ട് കമാൻഡ് യൂസ് ചെയ്ത് പരാബോള ഡ്രോ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരാബോള ഡ്രോ ചെയ്യാനായിട്ട് ഈ ഇൻപുട്ട് കമാൻഡ് കൊടുത്താൽ മതി. ഈ ഇൻപുട്ട് കമാൻഡ് കൊടുക്കണമെങ്കിൽ പരാബോളയുടെ ഫോക്കസ് എന്താണെന്നും ഡയറക്ട്രിക്സ് എന്താണെന്നും അറിഞ്ഞാൽ മാത്രമേ ഈ ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ആ പരാബോള വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻപുട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ പരാബോളയാണ് y² = -16x. y² = 16x അല്ലെങ്കിൽ y² - 16x = 0 എന്ന് പറയുന്ന പരാബോള. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് എഴുതിയതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ എഴുതിയിരിക്കുന്നത് പരാബോള കൺസ്ട്രക്റ്റഡ്. ഓക്കെ, ഫോക്കസ് എഴുതിയിട്ടുണ്ട് 4,0, ഡയറക്ട്രിക്സ് x = -4. ഇക്വേഷനോടെ എടുത്തെഴുതുക. പരാബോള വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരാബോളയെ സംബന്ധിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് എല്ലാം കൂടെ എഴുതുക. ഫോക്കസ് 4,0, ഡയറക്ട്രിക്സ് x = -4, ഇക്വേഷൻ y² = 16x. ഇതുപോലെ തന്നെ എളുപ്പമെന്ന് മറ്റ് പരാബോളാസും നമുക്ക് വരയ്ക്കാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോക്കസ്, ഡയറക്ട്രിക്സ് ആൻഡ് ഇക്വേഷൻ ഓഫ് ദ പരാബോള. അപ്പോൾ ഇതിൻ്റെ ഫോക്കസും ഡയറക്ട്രിക്സ് ഇക്വേഷനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് എഴുതുക. യൂസിങ് എ സിമിലർ കമാൻഡ്, ഇതുപോലെ കമാൻഡ് യൂസ് ചെയ്ത് ഡ്രോ ദ പരാബോളാസ് ഗിവൺ ബിലോ. ഈ തന്നിരിക്കുന്ന പരാബോളാസ് നമ്മൾ വരയ്ക്കണം. ഫസ്റ്റ് പരാബോള x² = -4y. ഈ x² = -4y ഇവിടെ ഇപ്പോൾ x² ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് 4 പരാബോളാസ് ആണുള്ളത്, സ്റ്റാൻഡേർഡ് പരാബോളാസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കണക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതേതാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ 4 സ്റ്റാൻഡേർഡ് പരാബോളാസ്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. y² = 4ax. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കുന്ന പരാബോള, സി ഷേപ്ഡ് പരാബോള. y² = 4x. ഇത് നമ്മളങ്ങ് ഓർത്ത് വെക്കുക. y² = 4x ആണ് C² ഷേപ്പ്. ഇനി ഈ പരാബോള നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിയുമ്പം y² = -4x ആകും. രണ്ടും y² ആണ്. സിമെട്രിക് അബൌട്ട് x ആക്സിസ് ആണ് വരുന്നത്. x ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ് ഇവിടുന്ന് മുകളിലേക്കും ഇവിടുന്ന് താഴേക്കും ഒരേപോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സിമെട്രിക് അബൌട്ട് x ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം x ആക്സിസ് ആണ് ഈ 2 പരാബോളസിൻ്റെ ആക്സിസ്. ഇനിയും യു ഷേപ്ഡ് പരാബോളാസ് ആണ് ഇത് രണ്ടെണ്ണം. അത് x² ആണ്. യു ഷേപ്ഡ് ആകുമ്പം മുകളിലേക്കും അത് നെഗറ്റീവ് ആകുമ്പം താഴേക്കും. y² = 4x നെഗറ്റീവ് ആയപ്പം y² = -4x ആയി. x² = 4ay നെഗറ്റീവ് ആയപ്പം x² = -4ay ആയി. അപ്പോൾ ഈ 4 പരാബോളാസും അതിൻ്റെ ഇക്വേഷനും നമ്മൾ ഓർത്തിരിക്കുക. ഇത് ഒരെണ്ണം ഓർത്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഓർമ്മയിലേക്ക് വരും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും പരാബോളയുടെ ഉള്ളിലായിരിക്കും കിടക്കുന്നത്. ഫോക്കസ് എപ്പോഴും പരാബോളയുടെ ഉള്ളിലായിരിക്കും കിടക്കുന്നത്. ഇനി ഇത് x ആക്സിസിൽ ഫോക്കസ് കിടക്കുന്ന പരാബോളാസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഫോക്കസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫോക്കസ് x ആക്സിസിലാണോ y ആക്സിസിലാണോ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പരാബോളയുടെ ഷേപ്പ് പെട്ടെന്ന് പറയാൻ പറ്റും. ഫോക്കസ് x ആക്സിസിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മുടെ XY പ്ലെയിൻ ഇമാജിൻ ചെയ്യുക, ആ ഫോക്കസ് കിടക്കുന്ന പൊസിഷൻ. ഇപ്പോൾ 2,0 ആണെങ്കിൽ 2,0 കിടക്കുന്നത് 0യുടെ റൈറ്റ് സൈഡിലായിരിക്കും. 2,0നെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പരാബോള എന്ന് പറയുമ്പം ഈ ഷേപ്പ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം ഇതാണ് പരാബോള എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 2,0 ആകുമ്പം എ എന്ന് പറയുന്നത് അവിടെ 2 ആയിരിക്കും. ഇനി പരാബോളയുടെ ഒരു പ്രത്യേകത, ഫോക്കസിൽ നിന്ന് 0യിലേക്കുള്ള ദൂരവും 0യിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 2 ആണെങ്കിൽ ഇങ്ങോട്ടേക്കും ഡിസ്റ്റൻസ് 2 ആയിരിക്കും. ഇപ്പം ഇവിടെ -2 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. -2ൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ഡയറക്ട്രിക്സ്. അപ്പം ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് x ആക്സിസിൽ കിടക്കുന്ന -2 ആണ്. അപ്പോൾ x = -2 എന്ന് പറയുന്നതായിരിക്കും ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ രീതിയിൽ ഫോക്കസ് 2,0 മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ ഷേപ്പ് പരാബോളയാണെന്ന് അതിൻ്റെ പൊസിഷൻ നോക്കി പറയാൻ പറ്റും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷനെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക്
പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഫോക്കസ് -2,0 ആണെങ്കിൽ -2,0 നമ്മുടെ XY പ്ലെയിനിൽ എവിടെയാണ് കിടക്കുന്നത്? ഇവിടാണ് കിടക്കുന്നത്. അപ്പം അതിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പരാബോളയുടെ ഷേപ്പ് ഈ ഷേപ്പ് ആയിരിക്കും. ഇനി -2,0 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 2 ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 ആയിരിക്കും. ഈ പോയിൻറ്റ് +2 ആയിരിക്കും. ഇത് +2 ആണെങ്കിൽ എക്സ് ആക്സിസിൽ കിടക്കുന്ന പോയിൻ്റ് ആയതുകൊണ്ട് x = +2 എന്ന് പറയുന്നതായിരിക്കും ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. കൂടാതെ എയുടെ വാല്യൂ -2,0 ആണെങ്കിൽ 2 ആയിരിക്കും. എയുടെ വാല്യൂ 2 ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? y² = -4 × 2 × x -8x എന്ന് വരും. അപ്പോൾ എ മാത്രമേ എടുക്കാവുള്ളൂ, ഈ മൈനസ് എടുക്കരുത്. ഇവിടെ കിടക്കുന്ന നമ്പർ മാത്രമായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താണ് നമ്മൾ ഇക്വേഷൻ എഴുതാറ്. ഈ എ എന്താണോ ആ നമ്പർ മാത്രം ഇട്ട് കൊടുത്താണ് നമ്മൾ ഇക്വേഷൻ എഴുതാറ്. ഇനി ഇതുപോലെ 0,2 ആണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ അത് y ആക്സിസിൽ കിടക്കുന്ന 2ൽ കിടക്കുന്ന പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഷേപ്പ് ഇതായിരിക്കും. ഇനി ഈ ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ താഴേക്കുള്ള ഡിസ്റ്റൻസ് 2 ആയിരിക്കും. ഇത് -2 ആയിരിക്കും. y ആക്സിസിലാണ് കിടക്കുന്നത്. അപ്പോൾ y = -2 ആയിരിക്കും ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇനിയും 2 ആണല്ലോ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇക്വേഷൻ x² ഇവിടെ എക്ക് 2 കൊടുക്കുമ്പം 8y എന്ന് വരും. അപ്പം നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അകത്തുനിന്ന് എനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. എനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ ഇക്വേഷൻ കാണുമ്പോഴേ y² കൂട്ടിയുള്ള ഇക്വേഷൻ ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഫോക്കസ് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്, ഡയറക്ട്രിക്സ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ ഫോക്കസും ഡയറക്ട്രിക്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഈ ഇക്വേഷൻ ആണെങ്കിൽ y² = -4x ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പരാബോളയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതിനകത്തുനിന്ന് എ എക്സ്ട്രാക്ട് ചെയ്ത് കിടന്നാൽ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കുന്ന പരാബോള ആണെങ്കിൽ ഫോക്കസ് ഇവിടെ ആയിരിക്കും കിടക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കോർഡിനേറ്റ് എഴുതാൻ പറ്റും, അതുപോലെ ഡയറക്ട്രിക്സ് എഴുതാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഇനി x² = -4ay ആണെങ്കിൽ x² = 4ay എന്ന് പറയുന്നത് മുകളിലേക്ക് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് താഴേക്ക് കിടക്കുന്നതാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ, അതായത് x² = -8y ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ x² സ്റ്റാർട്ടിങ്, മൈനസ് ഉണ്ട്. അപ്പോൾ ഈ ഷേപ്പ് ആയിരിക്കും. -8y എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 × 2 ആണല്ലോ 8. അപ്പോൾ a = 2 എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇനി ഈ ഷേപ്പ് ആണെന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഫോക്കസ് 0, -a a = 2 എന്ന് കിട്ടി. അപ്പോൾ ഫോക്കസ് 0, -2 ആണെന്ന് നമുക്ക് എഴുതാം. ഡയറക്ട്രിക്സ് y = 2 ആണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ കിട്ടിയാൽ ഏത് പരാബോളയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഫോക്കസും ഡയറക്ട്രിക്സും കിട്ടും. ഡയറക്ട്രിക്സ് അറിയാമെങ്കിൽ ഏത് ഷേപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഫോക്കസും ഇക്വേഷനും കിട്ടും. ഫോക്കസ് അറിയാമെങ്കിൽ ഏത് ഷേപ്പാണെന്ന് അറിയാൻ പറ്റും, ഡയറക്ട്രിക്സും ഇക്വേഷനും കിട്ടും. ഏതെങ്കിലും ഫോക്കസ്, ഡയറക്ട്രിക്സ്, ഇക്വേഷൻ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്കറിയാമെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്ത് നമുക്ക് ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, മറ്റേ 2 ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x² = -4y. x² - ഇതിപ്പോൾ എല്ലാം സെയിം പോലെയാണ് നിൽക്കുന്നത്, x² നിൽക്കുന്നത്, എല്ലാം നെഗറ്റീവ് ഇക്വേഷൻസ് ആണ്. y² = 4x സി ഷേപ്പാണ്. y² = -4x ഓപ്പോസിറ്റ് സൈഡിൽ സി ഷേപ്പാണ്. x² = 4ay മുകളിലേക്കാണ്, x² = -4ay താഴേക്കാണ്. അപ്പോൾ ആ താഴേക്കുള്ളതാണ് ഈ കിടക്കുന്നത്. x² = -4ay ആണ് താഴേക്ക് കിടക്കുന്നത്. അപ്പം -4ay എന്നൊരു മൈനസ് മാറി 4a എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പോൾ a = 1 എന്ന് വരും. ഇനി താഴേക്ക് കിടക്കുന്ന പരാബോളയാണെങ്കിൽ അതിനുള്ളിലാണ് ഫോക്കസ് കിടക്കേണ്ടത്. അപ്പോൾ y ആക്സിസിലാണ് ഫോക്കസ് കിടക്കുന്നത്. 1 എന്ന് നമുക്ക് കിട്ടി a. അപ്പം ഫോക്കസിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഫോക്കസിൻ്റെ കോർഡിനേറ്റ് 0, -1 ആയിരിക്കും. 0, -1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ x² = -4y ആണെങ്കിൽ a എന്ന് പറയുന്നത് 1 വരും. a 1 വന്നാൽ ഇവിടെ 0, -1. a 1 വന്നാൽ ഈ ഷേപ്പ് ആയതുകൊണ്ട് സി ഷേപ്പ് ആയിരിക്കും, അതിനുള്ളിലാണ് ഫോക്കസ് നിൽക്കുന്നത്. a 1 ആണെങ്കിൽ 0, -1 ആയിരിക്കും ഫോക്കസ്. ഇനി ഡയറക്ട്രിക്സ് y = ഇത് 1 -1 ആണെങ്കിൽ ഈ ദൂരം 1 ആയിരിക്കും. അപ്പോൾ y = 1 ആയിരിക്കും ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഫോക്കസ് 0, -1 എന്നും ഡയറക്ട്രിക്സ് y = 1 എന്നും
കിട്ടി. ഇത് വളരെ എളുപ്പമാണ്, നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ന്യൂ വിൻഡോ എടുക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് x square is equal to -4y ഈ കമാൻഡ് യൂസ് ചെയ്ത് വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടി പരാബോള ഇത് സെലക്ട് ചെയ്യുക. പോയിന്റ് -1. നമ്മൾ ആദ്യം ഇക്വേഷൻ കിട്ടിയാൽ അതിനകത്തുനിന്ന് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് പരാബോളയുടെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോക്കസ് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. ആ ഫോക്കസ് എവിടെയാണ് കിടക്കുന്നത് എങ്കിൽ അതിൻ്റെ ഫോക്കസ് എന്തായിരിക്കുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഡയറക്ട്രിക്സ് എന്തായിരിക്കുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോക്കസ് 0,-1ഉം ഡയറക്ട്രിക്സ് y is equal to 1ഉം ആയിരിക്കും. കണ്ടോ? എൻ്റർ ചെയ്തപ്പം x square is equal to -4y, x square plus 4y is equal to 0 എന്ന് പറയുന്നത് x square is equal to -4y ആണ്. അപ്പം പരാബോള നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റി. ഇനി ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. കണ്ടോ? പരാബോള 0,-1 y is equal to 1 എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പം x square is equal to -4y എന്ന് പറയുന്ന പരാബോള നമുക്ക് കിട്ടും. അടുത്ത പരാബോള x square is equal to -16y ആണ്. x square is equal to -4y കമ്പയർ ചെയ്യുമ്പം മൈനസും പോയി 4a ആണ് 16. അപ്പോൾ a is equal to 4 എന്ന് വരും. a is equal to 4 ആണെങ്കിൽ ഇത് യു ഷേപ്പാണ്. ഇവിടെ വരും. ഇവിടെ ഫോക്കസിൻ്റെ പേരെന്താ? അതായത് XY പ്ലെയിനിൽ y ആക്സിസിൽ താഴെയാണ് ഫോക്കസ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് എന്താ? 0,-4. അപ്പോൾ ഫോക്കസ് 0,-4 കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം -4 ആണെങ്കിൽ 4 ആണെങ്കിൽ മുകളിലേക്കുള്ള ദൂരം 4 ആയിരിക്കും. y is equal to 4 ആയിരിക്കും ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. ഇത് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരാബോള വരയ്ക്കാം. ഇവിടെ പരാബോള എന്ന് കൊടുക്കുക. പോയിന്റ് -4 ലൈൻ y is equal to 4. എൻ്റെ x square is equal to -16y ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. നമുക്ക് പരാബോള കിട്ടി. ഇനി ഇതിൻ്റെ ഫോക്കസും ഡയറക്ട്രിക്സും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫോക്കസ് കോണിക്കിൻ്റെ പേരിവിടെ D എന്നാണ്. ഫോക്കസ് 0,-4ഉം ഡയറക്ട്രിക്സ് ഓഫ് D എന്ന് പറയുന്നത് y is equal to 4ഉം ആണ്. ഇനിയും ഇതിൻ്റെ അകത്ത് ഇത്രയും ചിന്തിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു മെത്തേഡുണ്ട്. ആക്ച്വലി അതൊരു ട്രിക്കാണ്, പക്ഷെ നമുക്കത് അത്യാവശ്യ കേസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് വിട്ടേര്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. x square is equal to -4y. ഇതൊരു ട്രിക്കാണ്. x square is equal to -4y ആണെങ്കിൽ ഡയറക്റ്റ് x square is equal to -4y നിങ്ങളങ്ങ് ഇൻപുട്ട് ചെയ്തേക്കാം. പുതിയ പേജ് വേണ്ട, ഇതിന് താഴെ തന്നെ ചെയ്യാം. x square is equal to -4y. x square is equal to -4y എന്ന് പറയുന്ന പരാബോള നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഫോക്കസ് അങ്ങ് ഡയറക്റ്റ് കൊടുക്കുക.
ഫോക്കസ്, കോണിക്കിൻ്റെ പേര് EQ1, എൻ്റർ. ഡയറക്ട്രിക്സ് EQ1, ഡയറക്ട്രിക്സും കിട്ടി. ഫോക്കസും ഡയറക്ട്രിക്സും നമുക്ക് കിട്ടി. ഇത് കമാൻഡിൽ കൊടുത്ത് പരാബോള വരച്ചാൽ മതി. അപ്പോൾ നിങ്ങളൊരു ഫ്രഷ് പേജിൽ ഇത് ചെയ്ത് നോക്കുക. ഇത് കിട്ടിക്കഴിയുമ്പം കമാൻഡ് കൊടുത്ത് പരാബോള വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമാൻഡ് യൂസ് ചെയ്യാം. പരാബോള പോയിൻ്റ് എന്താണ്? 0, -1. 0, -1 ലൈൻ y is equal to 1. y is equal to 1 കൊടുക്കുമ്പം x square is equal to -4y തന്നെയാണിത്. x square plus 4y is equal to 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത്, നമുക്ക് ഇക്വേഷൻ നമുക്കിതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി ഇത് കണ്ടുപിടിച്ച് കമാൻഡ് കൊടുത്ത് ഇത് വരയ്ക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് സംശയമുള്ള കേസിൽ ഇങ്ങനെ ചെയ്ത് ഫോക്കസും ഡയറക്ട്രിക്സും കണ്ടുപിടിച്ചിട്ട് കമാൻഡ് യൂസ് ചെയ്ത് ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പേജ് എടുത്ത് ഫോക്കസും ഡയറക്ട്രിക്സും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ കമാൻഡ് കൊടുത്ത് ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ ഇതൊന്നും അവിടെ സ്ക്രീനിൽ കാണില്ല. ഇക്വേഷൻ മാത്രമേ നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ കമാൻഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു പേജിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഫ്രഷ് പേജ് എടുത്ത് കമാൻഡ് കൊടുത്ത് ഇക്വേഷൻ വരച്ചാൽ മതി. അടുത്ത രണ്ടെണ്ണം അതുപോലെ തന്നെ ചെയ്യുക. അടുത്ത രണ്ടെണ്ണം ചെയ്യുമ്പോൾ ഇതുപോലെ ആദ്യം ഇക്വേഷൻ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോക്കസ് കമാൻഡ് കൊടുത്ത് ഫോക്കസ് കണ്ടുപിടിക്കുക. ഡയറക്ട്രിക്സ് കമാൻഡ് കൊടുത്ത് ഡയറക്ട്രിക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ഇൻപുട്ടിൽ പരാബോള ഫോക്കസ് ഡയറക്ട്രിക്സ് എന്നുള്ള കമാൻഡ് കൊടുത്ത് ഇക്വേഷൻ ഡയറക്റ്റ് വരയ്ക്കുക. ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് ഇവിടെ എഴുതേണ്ടത് ഇതാണ്. കമാൻഡാണ് ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഈ രണ്ട് ലാബുകളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.